നമുക്ക് പോടാ. വാടാ, വെള്ളം കൂടി, ഒരു നാരങ്ങ വെള്ളം കൂടി. ആ ചേട്ടാ ഉപ്പ് മതി. ഐസ് വേണ്ട കേട്ടോ. അതേടാ, നിന്റെ അമ്മക്ക് പിണ്ണം വെക്കാൻ പോയതാ. എന്തേ? അപ്പൊ നീ ആയിരുന്നാ ബൈക്ക് കഴിച്ച് കിട്ടിക്കൊണ്ട് പോയേ? ആടാ, നീ എന്താ വിചാരിച്ച തെറിയും കെട്ടിട്ട് ഞാൻ അങ്ങ് വീട്ടിൽ പോകുന്ന? ആ ടോണി, ഒന്നുമില്ലടാ, ഒരു ബൈക്ക് വന്ന് തട്ടിയാന്നേ. അവൻ പറയണേ വണ്ടി നിർത്തിയില്ല. വേറെ കുഴപ്പമൊന്നും ഇല്ലടാ. ആ എടോ, അത് ഓക്കെയാണ്. ആലപ്പുഴയാണ് കിട്ടിയേക്കുന്നത്, മൺഡേ. ഹലോ ഹലോ ടോണി. ഓക്കേടാ, ഞാൻ വിളിക്കാം. ആ ഓക്കെ ഓക്കെ, ശരി ശരി. ആരാടി? റോയപ്പന്. ഇങ്ങെടുത്തോ. ആ റോയിച്ച, എന്നാടാ, എങ്ങനെയുണ്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്നാത്തിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടി പിന്നെ ഞാൻ വിളിച്ചതേ, അവനെ ടോണിയെ, അവനോട് പരീക്ഷ ഒന്ന് എഴുതാൻ പറയാവോ? ഓ, അതൊക്കെ അവൻ എഴുതിക്കോളും. നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് പറ. നീ ഒരു കാര്യം ചെയ്യ്, ഒന്നും പറയണ്ട, അതാണ് നല്ലത്. ഇവനിത് എന്നാത്തിന്റെ കേടാണോ? ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിന്റെ വിജയശ്രീവയാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസയുടെ എന്നാടാ? ഹലോ അങ്കിളെ. ആ എന്നാ റിസൾട്ട് വന്നു. റിസൾട്ടോ? അതിന് അവനെപ്പോഴാ പരീക്ഷ എഴുതേ? കഴിഞ്ഞ റിസൾട്ട് വന്നതിന്റെ അന്ന് അവൻ വേറൊരു ഡേറ്റ് എടുത്തായിരുന്നു. എന്നിട്ട് This is your last question. Please tell us how you will define life. When I take my last breath, I want to recall my choices that mattered the most. ഇതെന്തിനാ കിട്ടിയെന്ന് മനസ്സിലായില്ലെങ്കിൽ നിന്റെ മോനോട് ചോദിച്ചാൽ മതി. നിന്നെ ഞാൻ അന്നേ തല്ലിയനെ. പക്ഷെ എന്റെ അപ്പന് വേണ്ടി എനിക്ക് ഇതിന് മേലെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. നിന്റെ മുന്നേ വെച്ച് നിന്റെ തന്നെ തല്ലിയപ്പോ എന്ത് ഇമോഷനാണ് നിനക്കുണ്ടായേ? അതിന്റെ ഇരട്ടി കടം എനിക്കുള്ളത്.
കുറ്റിയാടി ഒപ്പിച്ചു വെച്ചിട്ട് ഇത്ര വരെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പനെ തല്ലിയ ഞാൻ അപ്പനെ തല്ലിയ എടോ അതിനിവിടെ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. തൽക്കാലം നിങ്ങൾ വിടുന്നൊന്ന് മാറി നിൽക്ക്, അതാ നല്ലത്. നിങ്ങൾ എന്നോട് എറണാകുളത്തിന് പോര്. ആ സമയത്ത് നമുക്കൊരു കോംപ്രമൈസിന് നോക്കാം. അച്ഛൻ പറഞ്ഞ ശരിയാ, തൽക്കാലം നമുക്കൊന്ന് മാറി നിൽക്കാം. അച്ഛൻ ഇവനെ കൊണ്ടുപോകും. എനിക്കിവിടെ ഈ ലോണും പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അവന്റെ ഒരു ലോണ്. ഇടാ നീ പോയാലല്ലേ അവനും കൂടെ വരത്തുള്ളൂ. എന്റെ പൊന്നു റോയിച്ച സാമാന്യ ബുദ്ധിക്ക് നീ ചിന്തിക്ക്. അല്ലാണ്ട് ഇങ്ങനെ ഓരോ നമുക്കെന്തായാലും ഒരു കോംപ്രമൈസിന് ശ്രമിക്കാം. ഇവിടെ നിന്ന് കേസും കൂട്ടും ഒക്കെ ആവും. നീ എന്തായാലും എന്നോട് വന്നേ പറ്റൂ. അച്ഛൻ ഞാനിപ്പോ അങ്ങോട്ട് വന്ന ഒന്നും പറയണ്ട. പോയിട്ട് വാ. എന്നാലും ഒരു SI ഒക്കെ തല്ലുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ? അതൊക്കെ വലിയ പ്രശ്നമാവും. ഇവനിവിടുന്ന് പോയിട്ടില്ലയോ? നിങ്ങൾ സമാധാനത്തോടു കൂടി പോകുവിൻ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.